ഫസ്റ്റ് അടുത്ത ഫ്രൈഡ് റൈസിന്റെ അടുത്തെത്താൻ ഒരു ഫ്രൈഡ് റൈസിനും പറ്റൂല. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഒബ്രോൺ മോളില് വിഷുവിന്റെ ഇതായിട്ട് ഒരു കൊന്ന മരം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കേട്ടാ എനിക്കറിയില്ല ഒന്ന്, അവർക്ക് വഴി അറിയാഞ്ഞിട്ട് അവിടെ കിടന്ന് കുറെ തപ്പടുണ്ടായിരുന്നു. ഭാഗ്യം പോയി. ലൈറ്റ് ഹലോ, ഞങ്ങള് ഒരു മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടാ. ഒബ്രോൺ മോളിലാണ് പോണത്. മോഹിനിയാട്ടം സെക്കൻഡോ ബ്ലോക്കാണല്ലോ. മോഹിനിയാട്ടം രണ്ടാം ഭാഗം അല്ലേ ഇത് കേട്ടാ. ഒബ്രോണിലാണ് പോണത്. പിന്നെ പാട്ടിന്റെ പേര് ഇല്ല, ഭരതനാട്യം. ഭരതനാട്യം ഞാൻ കണ്ടതാണ്. അപ്പൊ ചെയ്തിട്ട് അതിന് പോണോന്ന് വെച്ചപ്പോ പോണോന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് വാഴ കണ്ടിട്ടില്ല. വാഴക്ക് അടുത്ത ആഴ്ച കൊണ്ടുപോയിരിക്കും അല്ലേ വാഴ. പിന്നെ ദേ ഇരിക്കണ ലച്ചു. വാഴ എന്ന് പറഞ്ഞിട്ട് ദേ ഇരിക്കുന്ന ലച്ചു എന്ന് പറഞ്ഞത് അതൊരു ശരിയായില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ല ലച്ചുക്കുട്ട. അതാണ് ഞങ്ങള്. അപ്പൊ ഇന്നെന്തായാലും എനിക്ക് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ്. അപ്പൊ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇന്ന് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങണം. പിന്നെ പറ്റുകയാണെങ്കില് ഒന്ന് കല്യാണല്ലേ അന്ന് ബർത്ത്ഡേ അന്ന് നേരും ഉണ്ടായില്ല, തിരക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് സാറ്റർഡേ മതിയോ? ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അമ്മയും പൈസ തന്നിട്ടുണ്ട്. എനിക്ക് അത് ഞാൻ കല്യാൺ സിൽക്കിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുള്ളൂ കേട്ടോ. ഇന്ന് പോവാൻ നേരം ഉണ്ടാവോ ഇതോട്ടാ? കല്യാൺ സിൽക്കിൽ പോവാൻ നേരം ഉണ്ടാവോ? വൈകുന്നേരം ആണോ? പോലീസാണോ? ഇവിടെ ഭയങ്കര ട്രാഫിക്കിന്റെ ഇതായിട്ട് കിടക്കണേ കണ്ട. ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ബസ് ഒരു ടൂർ ബസ് വന്നിട്ടുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു. നമ്മുടെ കാറിൽ മൊത്തം പൊടിയായിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ അവിടെ കാറ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അപ്പുറം അപ്പുറമൊക്കെ കത്തിക്കണുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ചാരമൊക്കെ കിടക്കുന്നുണ്ട് കാറിൽ. അയ്യോ, ഇനിയിപ്പോ ഞങ്ങള് തന്നെ ഞാനും ലച്ചും കൂടെ കഴുകിയിടുന്നത് അല്ലടാ. ഉറക്കം തന്നെ. അപ്പൊ നമുക്ക് ഒബ്രോണി ചെന്നിട്ട് കാണാം. പിന്നെ നമ്മളിന്ന് പുറത്തുനിന്നായിരിക്കും ലഞ്ച് അല്ലേ? പുറത്തുനിന്നാണ് ലഞ്ച്. അപ്പൊ താനല്ലേ പറഞ്ഞു ചോറൊന്നും വെക്കണ്ടാന്ന്. ആണോ? ഞാൻ പറഞ്ഞ പൊട്ട ബസ് എന്താണ് അവിടെ കാണിച്ചു. എനിക്കറിയാൻ പാടില്ല. എന്ത് കഷ്ടമാണ്. ഓടിക്കാൻ അറിയാത്ത ആളായിരിക്കും അതിൽ കയറി ഇരിക്കണത്. ബ്ലോക്ക് സൃഷ്ടിക്കുക. ഫ്രണ്ടിലൊന്നും ഇല്ലേ ചേട്ടാ ബ്ലോക്ക്? വണ്ടി അവിടെ തിരിയാൻ വേണ്ടി ഇന്ന് എത്ര ഹോൺ അടിച്ചിട്ടും അനങ്ങണിയില് പാറ പോലെ നിൽക്കണേണ്. എന്റെ ദൈവം, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂന്ന് പറഞ്ഞ പോലെയാണ് അയാളവിടെ. എന്റെ പൊന്നെ, വണ്ടികള് കണ്ട. പോലീസൊന്നും ഇല്ലേ ഇതൊന്നും പറയാൻ? നമുക്ക് ഒബ്രോണി ചെന്നിട്ട് കാണാട്ടോ. സാണ് കേട്ടാ. എനിക്കറിയില്ല ഒന്ന്, അവർക്ക് വഴി അറിയാഞ്ഞിട്ട് അവിടെ കിടന്ന് കുറെ തപ്പടുണ്ടായിരുന്നു. ഭാഗ്യം പോയി. ഒരു ബ്ലോക്കുമില്ല, ഒന്നുമില്ല. സുഖത. അപ്പുറത്തെ സൈഡായിരിക്കും ബ്ലോക്ക്. അവിടെ ഈ ബസ്സുകാരന് അവിടെ ബ്ലോക്കാക്കി. നല്ല ബസ്. ലക്ഷ്യം അങ്ങനെ മൂവിക്കൊന്നും വരാറേ ഇല്ല കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞു വാ പോയിട്ട് വരാൻ നിർബന്ധിച്ചപ്പോ വന്നേക്കണേണ്. പിന്നെ ചെറുതായിട്ടൊരു ഇഷ്ടമുണ്ട് വരാനായിട്ട്. കാരണം എന്തെങ്കിലും ഞങ്ങള് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചാലോ എന്നുള്ള ടെൻഷനും കൂടിയുണ്ട്. അതുകൊണ്ട് മാത്രം വന്നെ. അല്ലെങ്കിൽ ഞാൻ ചെയ്തോണ്ട് ഒറ്റക്കാണ് കേട്ടോ പോവാറ്. മിക്ക സിനിമയും ഞങ്ങൾ ഒറ്റക്കാ പോവാറ്. പിന്നെ നമ്മളെ കൂടെ ലച്ചു ഉണ്ട്. ലച്ചുവിന് എല്ലാം മനസ്സിലാവോ? അപ്പൊ അതേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാറ്, ഞാനെങ്ങനെയൊക്കെ നമ്മളിതേ ഒബ്രോണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ പള്ളിച്ചട്ടമ്പി ഒന്ന് കാണണമെന്നുണ്ട്. എത്തിയിട്ടുണ്ട്. ആരും ഇല്ല. ഷോപ്പൊക്കെ ഓപ്പൺ ആവണുള്ളൂ. ലച്ചു ഇങ്ങനെ കണ്ടിട്ടുണ്ടാ?
ആരും ഇല്ലാതെ നിക്കണ കണ്ടിട്ടില്ലല്ലോ കുട്ടി. സിനിമ എക്സൈറ്റഡ് ആയിട്ടിരിക്കാണോ? ഉറക്കോ? അത് തിയേറ്ററിൽ കയറി ഉറങ്ങാലോ കൊച്ചിന്. വിഷുവിന്റെ ഡെക്കറേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കണേ. നല്ല രസമുണ്ടല്ലേ? ഇനിയും തീർക്കാനുണ്ടാവുമായിരിക്കും. സിനിമ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടാ. അപ്പോഴത്തേക്കും പറയാം എങ്ങനെയുണ്ട്. ഇന്നല്ല റിലീസ്, ഇന്നാണോ റിലീസ്? അന്ന് റിലീസ്. അപ്പൊ നമ്മള് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പൊ ശരിട്ടാ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഒബ്രോൺ മോളില് വിഷുവിന്റെ ഇതായിട്ട് ഒരു കൊന്ന മരം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഫുൾ മരം, ഒറ്റ ലീഫ് അധികം കാണാനില്ല. പിന്നെ നോക്കട്ടെട്ടാ, ഓഫർ ഉണ്ടോ? 4 മേടിച്ചാ 4 ഫ്രീ. എന്നുവെച്ചാ ഒരു ബക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ഫ്രീ. എത്ര ഉണ്ടാവും ഒരു ബക്കറ്റില്? 4 ചിക്കൻ. നമുക്ക് അവിടെ പോവാ ചെയ്യാമെങ്കിൽ. എത്ര നാളായി ഇപ്പഴും KFC അല്ലേ. അപ്പൊ ഞങ്ങള് മൂവി കണ്ടിട്ടാ. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ലോണം ചിരിക്കാനുണ്ടായി. ചിരിച്ച് മതിയായി. ചിയാങ്ങി പോണേണ്. അപ്പൊ ലച്ചിന് അത്രയും നേരം, ഇപ്പൊ തന്നെ 1 മണി കഴിഞ്ഞ്. അപ്പൊ ഒരു സ്വീറ്റ് കോൺ മേടിച്ചു കൊടുത്ത്, സോൾട്ടഡ്. വിശക്കണുണ്ടല്ലേ? അച്ഛനെ വേണ്ട അവിടെ ചെന്ന് അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വിശപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ ഇടയിൽ പോയിട്ട് സ്റ്റൈൽ യൂണിയനിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടാ. അതൊന്നും ആ സമയത്ത് അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്തേ തനിക്ക് വിശപ്പിതാവും, പോയി കഴിക്കണ്ടേ? കൊള്ളൂലേ? നല്ലതാടാ. അപ്പൊ നമ്മളിനി KFCയില് ഞങ്ങളൊന്ന് ചെയ്ത്. സിനിമ അടിപൊളിയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ടായി, സിനിമ നല്ല അടിപൊളി സിനിമയായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. അതാണ് മെയിൻ കാര്യം. വലിയ സ്റ്റോറി ഭയങ്കര അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനത്തെ സിനിമയല്ല. ഭയങ്കര കൂളായിട്ടിരുന്ന് ചിരിച്ച് കാണാൻ പറ്റിയ സിനിമ. എല്ലാരും അടിപൊളിയായിരുന്നു. ചിരിച്ച് ലക്ഷം ചിരിക്കണുണ്ടായിരുന്നു ഇരുന്ന്. നല്ലതായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി, ബ്രോണിന്ന് ഇറങ്ങി. അപ്പൊ ചെയ്തത് ചെറുതായിട്ട് KFC കഴിക്കണമെന്നുണ്ട്. കാരണം അവിടെ ഓഫർ ഉണ്ടെന്ന്. എന്താണ് ഓഫർ ചെയ്തിട്ടാ? ഒരു ബക്കറ്റ് മേടിച്ചാ ഒരു ബക്കറ്റ് ഫ്രീ. ബക്കറ്റ് ചിക്കൻ. ആണാ? ഓഹോ, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ഓഫർ. അതായത് ഒരു ബക്കറ്റില് 4 പീസ് ചിക്കൻ ആണോ? 4 പീസ് ആണെങ്കിൽ 4 പീസിന്റെ ബക്കറ്റ് മേടിക്കാം. അങ്ങനെ ഓക്കെ, 16 പീസ് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ സൈദറിനോട് പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ചിയാങ്ങി പോയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാന്ന്. അപ്പം പിന്നെ ഞാനത് മാറ്റിയില്ല. കാരണം പിന്നെയും ചെയ്തിട്ട് എന്നെ ഒന്നും കൂടെ പറഞ്ഞെങ്കിൽ ചിലപ്പോ എന്റെ മനസ്സൊന്ന് ചാഞ്ചാടും. എന്താന്ന് വെച്ചാൽ KFC എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചിലപ്പോ ഞാൻ മാറും. പിന്നെ ഞാൻ ഓർത്ത് എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മള് ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കണം. അപ്പം എനിക്ക് ചിയാങ്ങി പോയിട്ട് കുറെ നാളായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പൊ അവിടെ പോയി കഴിക്കാം. ശരിക്കും നാളെ, അതായത് സാറ്റർഡേ ഈവനിങ് കഴിക്കാന്നായിരുന്നു എന്റെ പ്ലാൻ. എനിക്ക് ഈവനിങ്ങിൽ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഡിന്നർ പുറത്തു പോയി കഴിക്കാൻ. പക്ഷെ അത് നടന്നില്ല. കാരണം ഇപ്പൊ മൂവി കണ്ടു. ഇങ്ങനെ എന്നാ പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അവിടെ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ട്. കുറെ ഇട്ട് നോക്കി, ഒന്നും ഇഷ്ടാവുണ്ടായില്ല. എനിക്ക് പറ്റണ സൈസ് ഉണ്ടാവുണ്ടായില്ല. പക്ഷെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അല്ല ലച്ചു നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ ലച്ചു? ചെയ്തന്നെ ഒന്നും മിണ്ടണില്ലല്ലോ. ചെയ്തന്നെ എന്താ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഇഷ്ടല്ലേ? പോകാൻ മടി അവിടത്തോളം അല്ലേ? ഇവിടെ മലയുണ്ട്, അവിടെ പോണോ? എനിക്ക് ചിയാങ്ങി തന്നെ പോണോ? ചിയാങ്ങിലെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടാ. മലയും എനിക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. എന്താ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേ. ഒരു ഫുൾ ഫ്രൈഡ് റൈസ് പോരെ? അത് മതിയാവും. ഹാഫ് ചില്ലി ചിക്കനും മതിയാവും. പിന്നെന്താ? വേണ്ട ചില്ലി ചിക്കൻ. അത് കഴിക്കാനാണ് ചെയ്തിട്ട് എനിക്ക് മോഹം. അപ്പൊ അത് തന്നെ. അപ്പൊ ഈ ബ്ലോക്ക് ഒക്കെ താണ്ടി നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോ ഉണ്ടാവില്ലേ ചെയ്തിട്ട് എപ്പോഴും
ഒരു കുപ്പി വെള്ളം എടുത്ത് ബാഗിൽ ഇട്ടാ മതിയായിരുന്നു, അത് ചെയ്തില്ല. ഇത് ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണേ. അപ്പൊ ഇനി നമുക്ക് ചിയാങ്ങി ചെന്നിട്ട് കാണാം. നമ്മള് ചിയാങ്ങിലേക്ക് പോവാണ്ട. പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടി. പാർക്ക് ചെയ്യാനൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ട് ലാസ്റ്റ് എന്തായാലും പാർക്കിങ് കിട്ടി. എന്താണെങ്കിലും രാത്രിയൊക്കെ വരുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഇനി പോയി അവിടെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. മെനു നമ്മള് സൂപ്പൊന്നും വേണ്ട. അവള് കഴിക്കൂല സൂപ്പ് കുടിച്ച. ഈ ബാക്കില് ഭയങ്കര ഇരുട്ടാണ്. ചെയ്തിട്ട് എന്നെ ക്ലിയർ ആണോ നോക്കിയ. വിശക്കണം എന്നിട്ട് 2 മണി കഴിഞ്ഞു. എന്തായാലും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാം. ചെയ്തിട്ട് എല്ലാരെയും വിളിച്ച് KFC ചിക്കന്റെ ഓഫർ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടാ. ഫ്രണ്ട്സിനെ വിളിച്ചൊക്കെ KFC ചിക്കന്റെ ഓഫർ പറയണേ. ഇവിടുത്തെ പ്ലേറ്റിനൊരു മാറ്റമുണ്ട്. ചെയ്തേട്ടാ ആണല്ലേ? എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നമുക്കൊരു മാറ്റം ഉണ്ടെന്നുള്ളത്. എനിക്കെങ്ങനെ ഓർമ്മയുണ്ടാവാണ്. അതോടെ ഞാൻ റൈസ് വന്നിട്ട് എടുക്കുന്നത്. ഞാനും ലച്ചു റെഡി ആയിട്ടിരിക്കണേ ഫുഡ് കഴിക്കാനായിട്ട്. ആണോ ലച്ചു? ലച്ചു ഒന്നും മിണ്ടൂല. ലച്ചു ഭയങ്കരമായിട്ട് വിശക്കണേ. എടുത്തോ ഫസ്റ്റ്. ലച്ചു കുടിക്ക് തണുപ്പുള്ളത്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടണില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. എനിക്ക് ഫ്ലേവർ ഒന്നും വേണ്ട കേട്ടാ. ഇപ്പൊ ഉണ്ടാക്കണല്ലേ, ധൃതി പിടിക്കട്ടെ. ഞാനും കഴിക്കട്ടെ. ഇവിടുത്തെ ഫ്രൈഡ് റൈസിന്റെ അടുത്തെത്താൻ ഒരു ഫ്രൈഡ് റൈസിനും പറ്റൂല. അതുകൊണ്ട് എന്താ പറയണേ? ഒരു ഹാഫും കൂടെ പറയണോ? ഞങ്ങൾ കഴിക്കട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. ഇതാ കട്ട് ചെയ്യട്ടെ. അപ്പൊ അതേ നമ്മള് കഴിച്ചു കഴിഞ്ഞു. അയ്യോ, ഒരു ഇത്തിരി ബാക്കി വന്ന് പാഴ്സൽ എടുത്തു നമ്മള്. ലച്ചുവിന് വൈകുന്നേരം കഴിക്കാം. എല്ലാം കഴിച്ചു കഴിഞ്ഞു. ലച്ചു മതിയാക്കി. അപ്പൊ നമ്മള് നല്ല ഫുഡായിരുന്നു. നമ്മളിനി ഇത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ്, സിനിമ കാണല് കഴിഞ്ഞ്, ഫുഡ് അടി കഴിഞ്ഞ്, നിങ്ങളുടെ കയ്യിലല്ലേ ഫോൺ? സാരമില്ല.
ഇനി എപ്പോ പോരാ ജയലക്ഷ്മി അവര് മെറ്റീരിയൽ എടുക്കണേ മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ അത് ഇതിൽ ചേർക്കണോ. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു. നമ്മളിനി വീട്ടിൽ പോണേണ്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുടെ നിസ്സാരം പേരാക്കി വരാം. ബൈ. ഇത് ഇടാൻ പറ്റും.